ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ പൊതുവെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഇന്നുള്ളത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ റീബൗണ്ട് ചെയ്തിരുന്നു. മിനിഞ്ഞാന്ന് നല്ല രീതിയിലുള്ളൊരു സെൽ ഓഫ് ആണ് അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു റീസണായിട്ട് പലരും പറയുന്നത് 0 days to expiration എന്ന് പറയുന്ന സിംഗിൾ ഡേ, അതായത് ലാസ്റ്റ് എക്സ്പയറി ഡേ ഉള്ള ഓപ്ഷനിൽ വന്നിട്ടുള്ള സെൽ ഓഫ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓവറോൾ സെൻറ്റിമെൻറ്റും അതുപോലെ തന്നെ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഇന്നലെ കണ്ടിട്ടുള്ളത്. US ഫെഡറൽ റിസർവ് 2024 1.5% ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പോൾ 5.25 5.55 ആണ്. മുമ്പ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് 2024 0.75% കട്ട് ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവിടുത്തെ ഇൻഫ്ലേഷൻ ഡാറ്റയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് US ഫെഡിൻ്റെ ലെവലാണ്, അതായത് 2% ഇൻഫ്ലേഷൻ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. പേഴ്സണൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ഇൻഡെക്സ് ഡാറ്റ ഇന്ന് വരുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് 2% ആയിരിക്കും എന്നാണ് അമേരിക്കയിലുള്ള എക്സ്പെക്റ്റേഷൻ. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്നലെ അമേരിക്കൻ റീബൗണ്ട് മാർക്കറ്റിലുണ്ടായിട്ടുള്ള റീബൗണ്ടിൽ കണ്ടത്. അതോടൊപ്പം തന്നെ ചിപ്പ് സ്റ്റോക്കുകൾ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഇന്നലെ നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മൈക്രോൺ അറൗണ്ട് 8.5% ആണ് ബെറ്റർ ആയിട്ടുള്ളത്. ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ്. അതുപോലെ തന്നെ ഗൈഡൻസും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇപ്പോൾ ഓവറോൾ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ്. എന്നിരുന്നാലും വൊളാറ്റിലിറ്റി ഇൻഡെക്സ് സൂചിപ്പിക്കുന്നത് ചെറുതായിട്ടുള്ള വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടെന്ന തരത്തിലാണ്. കാരണം S&P 500 വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത് 13.65 ആണ്. മിനിഞ്ഞാന്നത് 13.67 ആയിരുന്നു. ഇനി നമ്മൾ യൂറോപ്യൻ സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ജപ്പാൻ വീക്കായിരുന്നു, മറ്റ് മാർക്കറ്റുകളെല്ലാം ബെറ്ററായിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ ചൈനീസ് മാർക്കറ്റുകൾ വീക്കാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ബെറ്ററായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്, മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. $251.3 പെർ ഔൺസിനാണ് ഇന്നലെ ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിൽ പക്ഷേ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $259 പെർ ഔൺസിനാണ് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പോട്ട് ഗോൾഡും ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ നല്ല രീതിയിൽ ഇന്നലെ താഴെ വന്നിരുന്നു. $73.89 പെർ ബാരലിനാണ് ഇന്നലെ ബ്രന്റ് ക്രൂഡ് ഓയിൽ ക്ലോസ് ചെയ്തത്. മിനിഞ്ഞാന്നത് $79.7 പെർ ബാരലായിരുന്നു. ഇന്ന് മോർണിംഗിൽ $74.1 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ മെറ്റൽ ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ഇന്നലെ ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിൽ ബെറ്ററായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ജപ്പാനിലത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. നവംബറിലത്തെ ഡാറ്റ കോർ ഇൻഫ്ലേഷൻ വരുന്നത് 2.5% ആണ്. എക്സ്പെക്റ്റ് ചെയ്ത് 2.9% ആയിരുന്നു. അതുപോലെ തന്നെ ഹെഡ്ലൈൻ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ വരുന്നത് 2.8% ആണ് ഒക്ടോബറിൽ. അത് 3.3% ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ജപ്പാനിൽ അൾട്രാ ലൂസ് മോണിറ്ററി പോളിസി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളൊക്കെയാണ് ഈ ഡാറ്റ കൊണ്ട് കാണുന്നത്. ഒപ്പം ജപ്പാൻ്റെ Q3 GDP ഡാറ്റയും താഴെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ജപ്പാനിൽ ഇപ്പോഴത്തെ മൈനസ് ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. പക്ഷേ മാർക്കറ്റുകൾ കാര്യമായിട്ടുള്ള ഇത്തരത്തിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല. ഇന്ന് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ജാപ്പനീസ് മാർക്കറ്റുകൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി ഗ്ലോബലി ഇപ്പോൾ പൊതുവെയുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് പുതിയ കോവിഡ് വേരിയൻ്റ് ഉണ്ട്. JN1 എന്ന് പറയുന്ന കോവിഡ് വേരിയൻ്റ് 40 കൺട്രികളിലുണ്ട്. ഇന്ത്യയിലും നല്ല രീതിയിൽ സ്പ്രെഡിങ് നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല, ഹോസ്പിറ്റലൈസേഷനൊക്കെ കുറേ വരുള്ളൂ, സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കില്ല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ്. അതുകൊണ്ട് തന്നെ മാസ്ക് ഒന്നും നിർബന്ധമാക്കിയേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇന്ത്യയിലും അത്തരത്തിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഉള്ളത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ അഡാനി ഗ്രീൻ എനർജിയിൽ അഡാനി ഫാമിലി $1 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോവുകയാണ്. ഇന്നലെ വന്ന ന്യൂസാണ്. ആ ന്യൂസിൽ ഒരു ബെറ്റർ ക്ലോസിംഗ് ആണ് ഇന്നലെ അഡാനി ഗ്രീനിലുണ്ടായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് LICയുടെ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് സംബന്ധിച്ചാണ്. കാരണം ഒരു കമ്പനി IPO കഴിഞ്ഞ് കഴിഞ്ഞാൽ 25% പബ്ലിക് ഷെയർ ഹോൾഡിംഗ് വേണമെന്നാണ് ഇപ്പോഴത്തെ നിയമം. പക്ഷേ LICനെ ഈ നോംസിൽ നിന്ന് ഗവൺമെൻറ് അടുത്ത 10 വർഷം
വർഷത്തേക്ക് എക്സംപ്റ്റഡ് ആക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് LICനെ സംബന്ധിച്ച്. 2032 മാത്രമാണ് LICക്ക് മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് നോംസ് മീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിനർത്ഥം LICയുടെ ഫ്ലോട്ടിംഗ് സ്റ്റോക്കൊന്നും മാർക്കറ്റിൽ കാര്യമായിട്ട് വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ഉണ്ടാകുന്ന അവസ്ഥയിൽ LIC വലിയ രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ഇഷ്യൂ പ്രൈസ് 949 രൂപ പെർ ഷെയർ ആയിരുന്നു. തീർച്ചയായിട്ടും ഗവൺമെൻറ് ഈ ഇഷ്യൂ പ്രൈസിന് മുകളിലേക്ക് ഈ സ്റ്റോക്ക് കൊണ്ടുവന്ന തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ നടത്താൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ LIC ധൈര്യമായിട്ട് വാങ്ങി വയ്ക്കാവുന്ന ഒരു സേഫ് ബെറ്റാണ്. GMR ഇൻഫ്ര 675 കോടി രൂപയുടെ സ്പെൻഡിങ് ആണ് നടത്തുന്നത്. അവരുടെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് പ്രൊജക്റ്റ് ഉണ്ട് ആന്ധ്രാപ്രദേശിൽ. നമ്മൾ മുമ്പ് റിപ്പോർട്ട് ചെയ്ത ന്യൂസ് തന്നെയാണ്. GMRനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മാംഗനീസ് ഓർ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഈ വർഷത്തെ, അതായത് ഈ കലണ്ടർ ഇയറിൽ ആസ് ഓഫ് ഡിസംബർ 20 വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ 26% ഹൈ ആണ്. ഇതിന് മുമ്പത്തെ പ്രൊഡക്ഷൻ ഹൈ ഉണ്ടായിരുന്നത് 2019 അപ്പോൾ മാംഗനീസ് ഓർ ഇന്ത്യ ലിമിറ്റഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പിരമൽ എൻ്റർപ്രൈസസ് IIFL അവരുടെ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിലുള്ള എക്സ്പോഷർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. RBIയുടെ സ്ട്രിഞ്ചൻറ്റ് നോംസ് മിനിഞ്ഞാന്ന് വന്നിരുന്നു. അതിൻ്റെ ഇമ്പാക്റ്റിൽ പിരമലും അതുപോലെ തന്നെ IIFL ഫിനാൻസൊക്കെ താഴെ വന്നിരുന്നു. ഇന്ത്യ ബുൾ ഫിനാൻസ്, ഇത്തരത്തിലുള്ള NBFCകളൊക്കെ. ഇപ്പോൾ വന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ന്യൂസൊന്നും അല്ല. എക്സ്പോഷറൊക്കെ കൺട്രോളബിൾ ലിമിറ്റിലാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ പിരമൽ എൻ്റർപ്രൈസും IIFL ഇന്ന് റീബൗണ്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. കെയ്ൻസ് ടെക്നോളജീസ് QIP നടത്തിയിട്ടുണ്ട്. 2424 രൂപ പെർ ഷെയറാണ്. KPI ഗ്രീൻ 1153 രൂപ പെർ ഷെയറിനും QIP നടത്തിയിട്ടുണ്ട്. ഒബറോയ് റിയാലിറ്റി ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും താനയിലാണ് ഈ പ്രൊജക്റ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത ക്വാർട്ടറിലും ധാരാളം പ്രൊജക്റ്റ് അനൗൺസ്മെൻറ്റുകൾ വരുന്നുണ്ട്, എക്സ്പാൻഷൻ പ്രൊജക്റ്റുകൾ. അപ്പോൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഒബറോയ് റിയാലിറ്റി ഒരു പ്രോമിസിംഗ് പിക്കായിരിക്കും എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഒബറോയ് റിയാലിറ്റി കറണ്ട് ലെവലിൽ നിന്ന് മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അപ്പോൾ ഓവറോൾ ഇന്ന് വരുന്ന ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. നമ്മൾ നിഫ്റ്റി ഇൻഡിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്, ഗ്ലോബൽ വളാട്ടിലിറ്റി ഒക്കെ നമ്മുടെ മാർക്കറ്റിനെ ബാധിച്ചേക്കാം. പക്ഷേ എന്നിരുന്നാലും ഓവറോൾ സെൻറ്റിമെൻറ്റ് ബെറ്റർ തന്നെയാണ്. പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിങ്ങും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നമ്മളിന്ന് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വാങ്ങുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റോക്കുകൾ, പവർ സെക്ടർ സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ പവർ സ്മാർട്ട് മീറ്ററിംഗ് രംഗത്തുള്ള പവർ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറേഴ്സ്, അതുപോലെ തന്നെ പല ന്യൂസ് ഫ്ലോസും വന്നുകൊണ്ട് മാർക്കറ്റിൽ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാത്ത പല സ്റ്റോക്കുകളുണ്ട്. ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് താഴെ വരുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഈ പോഡ്കാസ്റ്റിനോടൊപ്പമുള്ള ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു.